ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി, നമ്മളെ അവരുടെ ചൊൽപ്പിടിക്ക് നിർത്താൻ വേണ്ടിയും ജനങ്ങളെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയായിരുന്നു പോലീസ് എന്ന് പറയുന്ന സേനയുടെ ഉപയോഗം. പക്ഷെ അവിടെ നിന്നും ആ കൊളോണിയൽ കാലത്ത് നിന്നും പോലീസുകാർക്ക് യാതൊരു വ്യത്യാസം വന്നിട്ട് ഇത് പറയുന്നത് പോലെ ഇന്നും മനുഷ്യർ പേടിയാണ്. നിങ്ങളൊരു യൂറോപ്യൻ കൺട്രിയിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്കാൻഡിനേവിയൻ കൺട്രിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെയൊക്കെ ഒരു ജംഗ്ഷൻ വെച്ച് നമ്മൾ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് എന്തോ ഒരു സമാധാനമാണ്. കാരണം അവരവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവർ നോക്കിക്കോളും എന്നതാണ് അവരവിടെ നിൽക്കുന്നതുകൊണ്ടുള്ള ഗുണം. യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇന്ത്യക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ഒരു പോലീസുകാരോട് ഉണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഒരു സമാധാനമായിരിക്കും പോലീസുകാരോട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അവർക്ക് ഭയപ്പെടാതെ നടക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ തിരിച്ചൊരു പോലീസിനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. ഒരു കുറ്റവും ചെയ്യാതെ നമുക്ക് ഭയമാണ് പോലീസ് അവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അതാണ് വ്യത്യാസം, ആ ഭയമാണ് വ്യത്യാസം. ആളുകളെല്ലാം പറയുന്നുണ്ട് ഭൂരിഭാഗം പോലീസുകാർ നല്ല 1-2 പേര് കുറ്റം ചെയ്തു. അല്ല, 1-2 പേരല്ല കുറ്റം ചെയ്യുന്നത്, 1-2 പേരേ ഉള്ളൂ ഇത് നല്ലത്. മനുഷ്യനെ സേവിക്കണം, സർവീസ് ആണ്. ഇവൻ്റെയൊക്കെ ശമ്പളം മേടിച്ചിട്ടാണ് ഞാൻ പണിയെടുക്കുന്നത്, ഇവരെ സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് എനിക്ക് ശമ്പളം തരുന്നത് എന്ന് മനസ്സിലാക്കുന്ന 1-2 പോലീസുകാരെ കാണും. ബാക്കി എല്ലാ നേരം തിരിച്ചാണ്. ഈ പുറത്ത് വരുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തുച്ഛം, 1% പോലും നടക്കുന്ന പോലീസ് ആക്രമണങ്ങളിൽ പുറത്ത് വരുന്നില്ല. ആ വരുന്ന 1-2% കാര്യം വെച്ചിട്ടാണ് ഈ പറയുന്നത്. അത് തന്നെ നമുക്കറിയാം എത്രത്തോളം വലുതാണെന്നുള്ളത്.